ിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുത്ത നിങ്ങളുടെ ഹസ്ബൻഡാവാം, നിങ്ങളുടെ വൈഫാവാം, ആരും ആവാം, ഒരു ലവറാവാം, ആരെ തട്ടിയെടുത്ത ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈംലെസ് അഥവാ ജെൻഡർലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പം കാണുന്നു അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്, വാലിഡ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങളെ രണ്ടും പാത്രമാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ അത് പരിശോധിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു കാർഡിലൂടെ നോക്കുന്നത്. അപ്പം ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു മൂൺ കാർഡാണ് ആദ്യം വന്നത്. ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതായത് അവർ പ്രതീക്ഷിച്ച ഒരു സുഖവും സന്തോഷവും ഒന്നും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അവരെ സംശയമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവരെ ഒഴിവാക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഉറങ്ങാത്ത രാത്രികളാണ് അവർക്ക്. തീർച്ചയായിട്ടും അവർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് പോകുന്നത്. ആന്തരിക സംഘർഷത്തിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാർഡെന്ന് അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരൊരുപാട് പ്രതീക്ഷിച്ച് വന്നു. ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് തട്ടിക്കൊണ്ട് പോയത്. പക്ഷേ അവരുടെ കള്ളത്തരങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ടാണ് ഈ ഒരു കാർഡുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ആ ഒരു വ്യക്തിക്കൊരു സമാധാനവും സന്തോഷവും ഇല്ല. അത് പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ആ ഉള്ളിലൊരു ആന്തരിക സമാധാനം അല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ല എന്നാണ്, മനസ്സിനുള്ളിൽ ആ ഒരു സമാധാനം ഇല്ല എന്നാണ് കാണിക്കുന്നത്. പുറമോടിക്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവരത് ഉള്ളിൽ അനുഭവിക്കുന്നില്ല. മനസ്സിനുള്ളിൽ ആ ഒരു സമാധാനം സന്തോഷമൊന്നും അനുഭവിക്കാത്ത സാഹചര്യമാണ്. അതുപോലെ 3 ഓഫ് ഹാൻഡ്സ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ച് ഒരു പുതിയ ബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചാലോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അവർ വേറൊരു വ്യക്തിയുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആ ഒരു വ്യക്തി ഇപ്പോൾ കർമ്മഫലം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ 5 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കടുത്ത വാക്കുതർക്കങ്ങളാണ് അവർക്കിടയിൽ ഉണ്ടാവുന്നത്. കടുത്ത വാക്കുതർക്കങ്ങൾ, മനസമാധാനം എന്ന് പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പം നിങ്ങളുടെ വ്യക്തി കൊടുക്കുന്നില്ല. കാര്യം കടുത്ത സംശയങ്ങളുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളൊക്കെ അവർ പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അതുകൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദവും വാക്കുതർക്കങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം പോകുന്നത്. 5 ഓഫ് സോർഡ്സ് ആണ്, ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് ആണ് രണ്ടുപേരും തമ്മിൽ. ഒരു വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്നാണ് കാണുന്നത് രണ്ടുപേർക്കും ഇടയിൽ. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു തന്ത്രപരമായിട്ടുള്ള ലേഡി ആകാം, ഒരു ജെന്നാവാം, അപ്പം ഒരു പുരുഷനാകാം, ഒരു സ്ത്രീ ആവാം. ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ബുദ്ധിമതിയായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണുന്നത്. ഞാൻ മറ്റുള്ള റീഡിങ് പോലെയല്ല, ഇവിടെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ്. കാര്യം നിങ്ങളുടെ പേഴ്സൺ പറയുന്ന ഒരു കാര്യം അവർ അംഗീകരിക്കുന്നില്ല, അവർ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണും അംഗീകരിക്കുന്നില്ല. ഈ ഒരു ബന്ധത്തിനെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ബന്ധത്തിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. കാര്യം അവർക്ക് സംശയമാണ്, പേഴ്സൺ അവരെ സംശയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല. അതും തേർഡ് പാർട്ടി ഒരുപാട് കുഴപ്പിക്കുന്നുണ്ട്. കിങ് ഓഫ് ഹാൻഡ്സ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ തന്ത്രശാലിയായ തേർഡ് പാർട്ടിയാണ് ഇവിടെ. തന്ത്രശാലിയായിട്ടുള്ള തേർഡ് പാർട്ടിയാണ്. അവർക്ക് നല്ല ആത്മവിശ്വാസവും നല്ല കരുത്തും ശക്തിയും ഒക്കെ ഉള്ളൊരു തേർഡ് പാർട്ടിയാണ്. അതാണ് കിങ് ഓഫ് വാൻസ്.
എങ്ങനെയെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ അവർ വളച്ചൊടിക്കുന്നതായിട്ടാണ് മജീഷ്യൻ കാർഡും വന്നത്. അപ്പോൾ ഈ 2 കാർഡുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, കിങ് ഓഫ് ഹാൻഡ്സിൽ നിന്നും മജീഷ്യൻ കാർഡിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതായത് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും അവർ തന്ത്രപരമായിട്ട്, അതായത് പേഴ്സണെ അവരിലേക്ക് കൊണ്ടുവരാൻ, അനുനയിപ്പിക്കാനായിട്ട് അവർ പല പദ്ധതികളും പ്ലാനും തയ്യാറാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2 ഒന്നാണ് പ്ലാൻ പദ്ധതി. ഞാൻ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. വളരെ ഭയങ്കര ഒരു ക്രൂക്കൺ മൈൻഡുള്ള ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞ ഒരു 3 ഓഫ് സോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ശാശ്വതമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി എത്രയൊക്കെ പറ്റിയാലും ഈ ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല. കടുത്ത മാനസിക വേദനകളൊക്കെ അനുദിനം കൂടുന്നതായിട്ട്, കുറയുന്നതല്ലാതെ ഒരു കാരണവശാലും കുറയത്തില്ല, കൂടുന്നതല്ലാതെ ഒട്ടും കുറയില്ല. കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അനുദിനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കാം, എത്രയൊക്കെ മാനിപ്പുലേഷൻ ചെയ്താലും ഒരു രക്ഷയുമില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റി. അവരുടെ യഥാർത്ഥ മുഖമൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ. അപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് പണ്ടും മാനിപ്പുലേറ്റ് ചെയ്താണ് നിങ്ങളുടെ പേഴ്സണെ അവർ തട്ടിയെടുത്തത് തന്ത്രപരമായിട്ട്. ഇപ്പോഴും അതിനുള്ളൊരു മാറ്റമൊന്നും വന്നിട്ടില്ല, അതേ സ്വഭാവം തന്നെ ഇപ്പോഴും തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും വേറെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളുടെ പേഴ്സണെ അവർക്ക് വേണമെന്ന് തന്നെയാണ്. കാര്യം അവർക്ക് അവരുടെ അവർ പെർഫെക്റ്റ് ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ എല്ലാ കളത്തിലും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി തേർഡ് പാർട്ടി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് എൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇനി നിലനിൽപ്പില്ല. അതുകൊണ്ട് തേർഡ് പാർട്ടി എത്രയൊക്കെ പറ്റിയാലും, നിങ്ങളുടെ പേഴ്സണിലേക്ക് തിരിച്ചു കയറാൻ എത്രയൊക്കെ പറ്റിയാലും അതിനൊരു കാര്യം നടക്കത്തില്ല. അവർ പല കള്ളങ്ങളും പറഞ്ഞ് നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്, പല രീതിയിലും അവർ പിന്നെയും അവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കാര്യം, കർമ്മ തിരിച്ചടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കർമ്മഫലമാണിതൊക്കെ. അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവും. പക്ഷേ ഇപ്പോഴും അവർ ഒതുങ്ങിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവർ നല്ലവളാണ് അല്ലെങ്കിൽ നല്ലവനാണെന്ന് കാണിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവർ. പക്ഷേ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓഫ് സോഡ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ശാശ്വതമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല. കാര്യം എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാത്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഇമേജ് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർ പല കള്ളത്തരങ്ങളും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച്. അതുകൊണ്ട് ഈ ഒരു ബന്ധം ഒട്ടും നിലനിൽക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. പക്ഷേ ഈ ഒരു അണയാൻ പോകുന്ന ആളിക്കത്തൽ എന്ന് പറയത്തില്ലേ, ഒരു തീനാളത്തിൻ്റെ അണയാൻ പോകുന്ന ആളിക്കത്തലിൻ്റെ സമയത്തും അവരവരുടെ സ്വഭാവമൊന്നും വിട്ട് മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവർ വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. എന്നാലും അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല. കാര്യം അത്രത്തോളം അവർക്ക് അഡിക്റ്റഡ് ആയിപ്പോയി ആ ഒരു പേഴ്സണിൽ. അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും അവർ നോക്കുന്നത്. ഇത് സമൂഹത്തിൽ അറിഞ്ഞ ഒരു മോശക്കാരിയാക്കുക, അല്ലെങ്കിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കത്തില്ലേ. മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനാണ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നിലവിൽ ഒരു ബന്ധമുണ്ടായിട്ടും മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനും ഒരു വല്ലാത്തൊരു സ്വഭാവമുള്ള ഒരു തേർഡ് പാർട്ടിയാണ് കാണുന്നത് തീർച്ചയായും. അപ്പോൾ ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മളൊരു റീഡിങ്ങുമായിട്ട് വരും. അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടെ ഞാൻ പറയും, എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ ആ ഒരു ക്രൂക്കൺ മൈൻഡ്നെസ് ഉള്ള ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എത്രയൊക്കെ തന്ത്രങ്ങൾ അവർ പയറ്റിയാലും ഇനി അവർക്ക് രക്ഷയില്ല. തേർഡ് പാർട്ടി ഒരു എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, കുറേ ആളുകൾക്കൊക്കെ റെസണേറ്റ് ആവുകയുള്ളൂ, എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവില്ല. ഇപ്പം നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്.
അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ് എല്ലാ കൂട്ടുകാർക്കും. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുഡ് നൈറ്റ്.